ശരിക്കും ഇതിനു മുമ്പ് ചേട്ടൻ്റെ വളരെ ട്രെൻഡിങ് ആയിരുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ദിലീപിനോടുള്ള ഈ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ തെറ്റെൻ്റെ ഭാഗത്താണ് സൂര്യ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ എക്കാലവും അതിനിങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലാതെ എക്കാലവും ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണത്. ശരിക്കും ദിലീപുമായിട്ടുള്ള ആ ഒരു സിനിമ എക്സ്പീരിയൻസ്, അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് പറയാമോ? കൊച്ചിരാജാവൊക്കെ ബിഗ് ഹിറ്റ് ഫിലിമാണ്. ബിഗ് ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ, കുറേ ആക്ടേഴ്സ് ഉള്ള വലിയ വലിയ ലെജൻസ് അഭിനയിച്ച പടമാണ് കൊച്ചിരാജാവ്. ജോണി ആന്റണിയുടെ ഫസ്റ്റ് ഫിലിം. അല്ല, ശരിക്കും ദിലീപ് മൊത്ത് നിങ്ങൾ നല്ല കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൗഹൃദമാണ് ദിലീപ് മൊത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ദിലീപിൻ്റെ പല സിനിമകളിലും ചേട്ടൻ ഇങ്ങനെ ക്യാരക്ടറുകൾ ചെയ്യാറുണ്ട്. ദിലീപിൻ്റെ ഒരു ഭാഗ്യ കോമ്പിനേഷനാണ് ചേട്ടനെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള റിലേഷൻഷിപ്പാണ്, ഇന്നലെ തുടങ്ങിയതല്ല. ഒരു 25 ഇയേഴ്സിന് മുകളിലുള്ള റിലേഷൻഷിപ്പാണ് ഞാനും ദിലീപിന്. സിനിമയിൽ വരുന്നതിന് മുമ്പേ നമുക്കറിയാം, പിന്നെ അത് കഴിഞ്ഞിട്ടും അറിയാം. സോ അത് പിന്നെ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ തുടർന്നു. പിന്നെ അത് അറിയാലോ, നമ്മള് നമ്മള് ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ടങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഫ്രണ്ട്. എല്ലാ പേഴ്സണൽ കാര്യങ്ങളിലും എല്ലാ കഷ്ടങ്ങളും വരെ നമ്മൾ ഹിറ്റ് തന്നു, ഒരു സന്തോഷമായ ആഘോഷം, അതിന് മാത്രമല്ലല്ലോ ഫ്രണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും, കൂടെ സംസാരിക്കും. സോ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. വെരി തിക് ഫ്രണ്ട്സ് ആണ് ഞാനും പുള്ളിയാണ്. പുള്ളി ഇപ്പൊ ചെന്നൈയിലാണല്ലോ താമസിക്കുന്നത്. ആണ്, ചെന്നൈയിലാണ്. ഇവിടെയാണ് താമസം. തമിഴ് സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തമിഴിൽ വടിവേലു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വിന്നർ എന്ന് പറഞ്ഞ സിനിമയിൽ ചേട്ടനോടൊപ്പം ഉള്ള ഒരു കോംബോ സീനാണ്. അതായത് പുള്ളി ഇങ്ങനെ ഇൻട്രോ സീനിൽ പുള്ളി ഇങ്ങനെ വരും. അപ്പം പുള്ളി ഇങ്ങനെ വലിയ അടിക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ്റെ മുമ്പിൽ വന്ന് പെടും. അപ്പോൾ ചേട്ടൻ്റെ മുമ്പിൽ വന്ന് പെടുമ്പോഴത്തേക്കിന് എല്ലാവരും ഓടിപ്പോകും, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയിട്ട് പുള്ളി മാത്രം ഒറ്റപ്പെട്ടിട്ട് നിന്നിട്ട് പറയും, എന്നെ അടിക്കരുത്, ഞാൻ അഴുതിടുവേ എന്നൊക്കെ പറയുന്നൊരു സീൻ. അത് പുള്ളി എപ്പോഴും പറയും, ആ സീനാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീൻ. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും മലയാളം സിനിമയെക്കാട്ടിലും തമിഴ് സിനിമയാണ് ചേട്ടനെ വേണ്ട രീതിയിൽ നല്ലപോലെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഏത് ട്രെൻഡിലാണോ ഏത് ഭാഷയിലാണോ പോകുന്നത് അത് അവിടെ പോയി വീഴും. ഓക്കെ, ഇപ്പൊ ജലോത്സവം പോലത്തെ ഒരു ട്രെൻഡിങ് തമിഴ് സിനിമയിൽ ഉണ്ടാവില്ല. ഇല്ല, ഇപ്പൊ പറയാണ് ഞാൻ. ഞാൻ പറയാണ്, തമിഴിൽ കുറെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ വിജയൻ ഞാനുള്ള ബദ്രി എടുത്തോ. ബദ്രിയിൽ ഏറ്റവും സോഫ്റ്റ് ആയ, ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും ശുദ്ധമായ ഒരു 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 ചേട്ടനാണ്. ഓക്കെ, വിജയനായിട്ട് തിരുപ്പതി എടുത്തു, അജിത്തിനായിട്ട് തിരുപ്പതി. രണ്ട് ഫ്രണ്ട്സ് ഭയങ്കര ഇൻവിറ്റ് ചെയ്യാവുന്നതാണ്. കമലഹാസനായിട്ട് ആളവൻ തന്നെ എടുത്തോ. സോ അങ്ങനെ കുറെ ഉണ്ട്. സോ ആ ഓരോ സ്റ്റേജില്, ഏത് സ്റ്റേറ്റില് എന്താണോ അപ്പൊ ട്രെൻഡിങ് ആണോ നമ്മൾ അതിലായിരിക്കും പോകുന്നത്. അല്ല, അങ്ങനെയല്ല, മലയാള സിനിമ ചേട്ടനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു ഒരു 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 സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു കമൻറ്റ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദുബായ് ജോസ് ട്രെൻഡാവുന്ന സമയത്തും മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പൊതുവിൽ ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തോട് ചേട്ടൻ്റെ എന്താണ് ചേട്ടന് തോന്നുന്നത്? അത് നമ്മളത് ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. അത് വരും പോകും. ഇതിപ്പോ ഒരു 20 വർഷം കഴിഞ്ഞ് ഇപ്പൊ ട്രെൻഡിങ് ആയ പോലെ മലയാളത്തിൽ വീണ്ടും വരും.